ഹലോ, ഇന്നൊരു റെസിപ്പി വീഡിയോ ആയാലോ? എന്താ റെസിപ്പി എന്നല്ല, കോളിഫ്ലവർ ചിക്കൻ ബിരിയാണി ആട്ടോ. അപ്പോൾ ആദ്യം തന്നെ അടുപ്പത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാൻ വെക്കാം. അതിലേക്ക് ഒരു സ്പൂൺ ഞാൻ ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പൊടിച്ച് വെച്ച ഗരം മസാല ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ സവോള, 2 പേർക്കുള്ള ഭക്ഷണം ആയതുകൊണ്ട് തന്നെ ഞാൻ 2 കുഞ്ഞ് സവോള എടുത്തുള്ളൂ കേട്ടോ. അതിട്ടു. അതിട്ടതിന് ശേഷം ഇത് പെട്ടെന്ന് വഴണ്ടിയിട്ടാണ്. ഇപ്പോൾ എല്ലാവരുടെ അടുത്തും ടിപ്പ് ഉണ്ടല്ലോ, എന്താണ്, ഉപ്പിട്ട് കൊടുക്കുക. ഇതാദ്യമേ ഉമ്മ ചെയ്യുന്ന ടിപ്പാണ് കേട്ടോ, ഞാനും ചെയ്യാറുണ്ട്. ഫുഡ് ഉണ്ടാക്കുന്ന കാലം തൊട്ടേ ഞാനും ഫോളോ ചെയ്യുന്നതാണ്. പെട്ടെന്ന് വഴണ്ടി കിട്ടും. അങ്ങനെ ഉപ്പിട്ട് ഇതൊന്ന് വഴറ്റിയിട്ട് നമ്മൾ മൂടി വെച്ചപ്പോഴേക്കും ക്രഷ് ചെയ്ത് വെച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മൂടി വെക്കുക. മൂടി വെച്ചിട്ട് ഒരു സിമ്മിലിട്ട് വെക്കണം കേട്ടോ തീയെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അത് സെറ്റായിട്ടുണ്ടാവും. അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു, ചിക്കന് വറുത്തെടുക്കുകയാണ്. വറുത്തെടുത്തിട്ടാണ് ചെയ്യുന്നത്. ചിക്കൻ വറുത്തെടുത്തതിൻ്റെ ആ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതും കൂടി അതിലേക്ക് മിക്സ് ചെയ്തു, അതിലുള്ള ആ മസാലക്കടെ. അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു, കോളിഫ്ലവറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് അതിലുള്ള അഴുക്കളൊക്കെ കളഞ്ഞ് കഴുകി ക്ലീൻ ചെയ്ത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ചെയ്തെടുക്കുന്ന കേട്ടോ ഒന്നും കൂടി ഈസി. അപ്പോൾ വഴറ്റി കിട്ടിയ ഉള്ളിലേക്ക് ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തു. 2 കുഞ്ഞ് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തു, ടേസ്റ്റിന് വേണ്ടി. ടേസ്റ്റിനല്ല, ബിരിയാണിയിലേക്ക് ചേർക്കും. അപ്പോൾ അതും ചേർത്തെടുത്ത് വഴറ്റിയെടുത്തു കേട്ടോ. വഴറ്റിയെടുത്തതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കണം. എന്തൊക്കെയാണ് മസാല? എനിക്ക് ഓവർ മസാലകളൊക്കെ പാടി ചേർത്തിക്കാണ്ട് ബോറാക്കുന്ന പരിപാടി എനിക്ക് ഇഷ്ടമല്ല. അതത്ര വലിയ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നില്ല. അപ്പം ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയേ ചേർത്തുള്ളൂ. പിന്നെ എന്താ പറയുക, ഉപ്പ്, അത് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടി കുറച്ച് ചേർത്തുള്ളൂ. പിന്നെ അതിലേക്ക് തൈരും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത്. ഓവർ മസാല ആയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അതിലേക്ക് ഇതിൻ്റെ ഒരു 1/2 ലെമണും കൂടി ഒഴിച്ച് വെച്ചിട്ടോ. എന്നിട്ട് കുറച്ച് കൊറിയാണ്ടർ ലീഫും കൂടി ഒഴിച്ച് കട്ട് ചെയ്തിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി അതിലേക്ക് വറുത്ത് വെച്ച് ചിക്കൻ ചേർത്തു. ഇത് 2 പേർക്കുള്ളതാണ് കേട്ടോ. ചിക്കൻ ചേർത്തതും കൂടി വഴറ്റി വെച്ച് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നമ്മൾ വേവിച്ചെടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് അതിലേക്ക് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ കോളിഫ്ലവർ ഇങ്ങനെ ഫുള്ള് ഗ്രേറ്റ് ചെയ്ത് ഇങ്ങനെ ഇട്ട് നിരത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് ഗീ, അതായത് നമ്മുടെ RKG, അതും അതിൻ്റെ മേലെ ഇതാ കൊറിയാണ്ടർ ലീഫും കൂടി ഇട്ട് RKG ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും ഒരു ലെയറും കൂടി ഇട്ടതിന് ശേഷം അതിലേക്കും ഇതേപോലെ കൊറിയാണ്ടർ ലീഫും ഗരം മസാല പൊടിച്ചതും കുറച്ച് വിതറി. ഓവർ ആവരുത് കേട്ടോ ഒന്നും, അപ്പോൾ ഒരു കുത്തൽ ഫീൽ ചെയ്യും. എന്നിട്ട് ഇത് അടച്ച് വെച്ച് സിമ്മിൽ ഒരു 10-15 മിനിറ്റ് നമ്മൾ വേവിച്ചെടുത്താൽ എന്തുണ്ടല്ലോ, നല്ല സ്മെല്ലിങ്ങനെ, ആ ഓട്ട കാണുന്നില്ലേ, അതിൽ കൂടി ഇങ്ങനെ പൊന്തലിടും. അപ്പോൾ ആ സ്മെല്ലിങ്ങനെ വരുമ്പോൾ നല്ല ബിരിയാണീൻ്റെ സ്മെല്ല്. ഈ ബിരിയാണിക്കൊരു പ്രത്യേകത ഉണ്ട്, ഇതിൽ റൈസില്ല, റൈസിന് പകരം കോളിഫ്ലവർ 2 ആയതുകൊണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളത് തുറന്ന് സെർവ് ചെയ്ത് നല്ല സ്മെല്ല്. അതിലേക്ക് തൈരും കൂട്ടി നല്ല അടിയായിരുന്നു. ഞാനും മസും ഇന്ന് സൺഡേ ആയതുകൊണ്ട് നല്ല ബിരിയാണി കഴിക്കാന്നുള്ള ആഗ്രഹം 2 പേർക്കും ഉണ്ടായിട്ടാണ്. നല്ല തടിയാണ്. അപ്പോൾ തടി കുറയ്ക്കുന്ന രീതിയിൽ LCH ഫുഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കണ്ടുപിടിച്ച ഐഡിയ അല്ല ഇത്. ഞാൻ പണ്ട് മുതലേ യൂസ് ചെയ്യുന്നതാണ്. വണ്ണം വെക്കുമ്പോൾ യൂട്യൂബിൽ നിന്ന് റെസിപ്പി എടുത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ പ്രാവശ്യം കുക്ക് ചെയ്യുമ്പോഴും നമ്മൾ വീണ്ടും ഇങ്ങനെ എന്താ പറയുക, നന്നായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസാണ്. എന്താ പറയുക, നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഫില്ലിംഗ് ആയിരുന്നു കേട്ടോ. 2 പേർക്കും കഴിച്ചിട്ട് ഒരുപാട് കഴിക്കണം എന്നുള്ള ഫീലിംഗ് ഒക്കെ ഇപ്പോൾ പോയിക്കണം. ഞങ്ങളത് കുറേ ആയി ഇപ്പോൾ ഡയറ്റ് തുടങ്ങിയിട്ട്. അപ്പോൾ നല്ല രസമുള്ള ബിരിയാണിയായിരുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ബായ്.